आज छोड़ दो कोई बात नहीं. കാട് ഉണ്ടാവാനുള്ള അടിപൊളി മരമാണ്, എന്താ ഭംഗിയാണ്. അപ്പോൾ സാപ്പത്താരിയുടെ നമ്മൾ ഇവിടെ പറയുകയായി. നിങ്ങൾ ഡേ 1 സാപ്പത്താരിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്കിൽ അയച്ചു തരാം. ബട്ട് ലെറ്റ് ദാറ്റ് ബി ദേർ. ഇന്ന് ഡേ 2 ആണ് നമ്മൾ സാപ്പത്താരിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാപ്പത്താര എക്സ്പ്ലോർ ചെയ്യും. അതിൻ്റെ അകത്ത് കേബിൾ കാർ, പാരഗ്ലൈഡിങ്, സിപ്പ് ലൈൻ എന്നെല്ലാം പറഞ്ഞുതരാം. എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് ഇപ്പം പോകണം, ഈ രാവിലെ പോകണം. അങ്ങനെ ഭയങ്കര സന്തോഷം എനിക്ക്. പക്ഷെ നമ്മൾ സിപ്പ് ലൈനിൽ കയറിന്. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് അമേസിങ്. അച്ഛൻ പോയിട്ട് തോന്നുന്ന പോലെ ഇങ്ങനെ സൈഡ് നിൽക്കും. ഇങ്ങനെ എൻ്റെ അങ്ങനെ കാര്യം പോയിട്ട് തുടങ്ങിയ പോലെ നിൽക്കുന്നു സൈഡിൽ. ഞാനാണെങ്കിൽ പക്ഷിനെ പറക്കുന്നു. പറക്കുന്നു, ഞാൻ പറക്കട്ടെ. It was amazing. Let's go into the video. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവ്. അതെ. നമ്മള് സാപ്പുത്താര ആറ്റ് ഒരു കുന്നിൽ പോകുന്ന ആ സാപ്പുത്താരയില് അവിടെ പോയിട്ട് കുറെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും അല്ലേ? കുറേന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നല്ല നമ്മൾ ആദ്യം ഒരു റോപ്പ് വേയിൽ പോവാം. നമുക്ക് റോപ്പ് വേയിൽ പോയിട്ട് ആ റോപ്പ് വേയിലോട്ട് പോയി കഴിഞ്ഞാൽ സാപ്പത്തരയിലെ 2 മലകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു റോപ്പ് വേ ആണ്. അപ്പം അതിൻ്റെ അകത്ത് കയറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാരാഗ്ലൈഡിങ് ഉണ്ട്. പക്ഷെ പാരാഗ്ലൈഡിങ് എനിക്ക് തോന്നുന്നു കുട്ടികളെ കയറാൻ വിടില്ല. നമ്മളെ പാറുവിനെ ഫ്രെയിമിൽ കാണുന്നില്ലല്ലോ. പാറു എടുത്തു. പാറു അപ്പൊ പാരാഗ്ലൈഡിങ്ങിൽ അതുകൊണ്ട് പോകുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ പോവാം. എന്നാണ് പിന്നെ റോപ്പ് വേയിൽ കയറാം. റോപ്പ് വേയിൽ കയറിയിട്ട് നമുക്ക് പിന്നെ ലേക്കിൻ്റെ അടുക്ക പോവാം. അവിടെ ഒരു ഗാർഡനുണ്ട്. അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ്ങും ചെയ്യാം. ബോട്ടിങ്ങും ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് വേറൊരു റോസ് ഗാർഡൻ ഉണ്ട്. റോസ് ഗാർഡൻ പിന്നെ കണ്ടിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ, പക്ഷെ മിക്കവാറും ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം. എന്നാലേ രാത്രി ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നമ്മുടെ നാട് പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 3 സ്ഥലം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാ വേണ്ടത് അല്ലേ? ലലിജി എന്താ പറയുന്നു? പാറു, വാട്ട് യു സേ? റോപ്പ് വേയിലേക്ക് പോകുന്ന വഴിയായത് കയറാൻ വേണ്ടിട്ട്. ഈ റോഡ് നമ്മൾ ഇന്നലെ അങ്ങനെ സൺസെറ്റ് പോയിന്റ് എന്ന് കണ്ടിട്ട് ഇങ്ങനെ വളഞ്ഞ് കയറി പോകുന്നത്. പുഷ്പക് റോപ്പ് വേ. വെൽക്കം ടു നമ്മൾ റോപ്പ് വേൻ്റെ ടിക്കറ്റ് എടുത്തു. ഞാൻ അതിൻ്റെ മെഷീനറി കണ്ട ഈ കയറ് കറങ്ങിയിട്ടാണ് ഇങ്ങനെ ഒന്ന്. പാറു എവിടെ കയറിനി? കേബിൾ കാറിൽ കയറിയല്ലേ? നമ്മളിനി ഇങ്ങനെ സ്കൈയിലൂട്ടിയാ പോവാ. സ്കൈ
നിൽക്കുന്നത്? ഇങ്ങനെ ലൈനിൽ മേൽ തൂങ്ങിയിട്ടാ പോകും നമ്മള്. ഈ അടിയിലൂട്ട നോക്കിയാലേ ക്ലിയർ ആയിട്ട് കാണുന്നുള്ളൂ കേട്ടാ. കാടില്ലേ നമ്മളെ ഹാഫ് നിർത്തിയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടാക്കൂ. അല്ല, അപ്പുറത്ത് പോയിട്ട് എപ്പുറത്ത് പോയിട്ട് അടുത്ത ടേൺ എടുക്കൂ. ഫീലിംഗ് തന്നെയല്ലേ. അവരങ്ങോട്ട് പോകുന്നു. നമ്മൾ കണ്ട സൺസെറ്റ് പോയിന്റ് അതാ സൺസെറ്റ് പോയിന്റ്. അത് അങ്ങാടെ കാണും. ആ മന്ദിരെല്ലാം കാണുന്ന ഇടുന്നു. പാറു നമ്മളിങ്ങോ ഉയരത്തിലാ ഉള്ളല്ലേ? പാറിന് പേടിയാവുന്നുണ്ടാ? എന്താ ഒരു വിൻഡ് മില്ല് ഉണ്ടോ ഇവിടെ? താഴെ എണീക്കാൻ പാടില്ലേ? ചെറുതാണ്. ലേക്ക് ഇതാണ് മൊത്തം സാപ്പത്തേര ടൗണ്. സുന്ദരമായ ഗുജറാത്ത് സ്പോർട്സ് അസോസിയേഷൻ്റെ ബിൽഡിംഗ് ആയത്. ഗുജറാത്ത് സ്പോർട്സ് അസോസിയേഷൻ്റെ ബിൽഡിങ്ങും അതിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ടും എല്ലാ ട്രെയിനിങ് സംഭവങ്ങളും ഉണ്ട്. ഈ കേബിൾ കാറിൽ കയറി കഴിഞ്ഞാൽ എനക്കൊന്ന് സാപ്പത്തൂര മൊത്തം കാണാം അല്ലേ? എന്നാലും റേറ്റ് തന്നെ അത്ഭുതപ്പെടുത്തി. നമ്മൾ 2500 റുപ്യ കൊണ്ട് വന്നിട്ട് പൈസ തികയില്ല എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ടിക്കറ്റിന് 77 റുപ്യേ ഉള്ളൂ. അത് കണ്ടപ്പോൾ പാറുവിന് വയസ്സ് കുറക്കാനും ലച്ചുവിന് വയസ്സ് കുറക്കാനെല്ലാം തീരുമാനിച്ച് തീരുമാനം നമ്മൾ പിൻവലിച്ചു. എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അയാൾ ഒന്നും ചോദിക്കാണ്ട് പാറുവിന് ടിക്കറ്റ് മുറിച്ചിട്ടുമില്ല. 3 ടിക്കറ്റേ തന്നിട്ടില്ല. 3 വയസ്സിന് മുകളിൽ ടിക്കറ്റ് വേണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഗുജറാത്തിൽ എനക്കൊന്ന് നമ്മളെ കേരളത്തിലെ പോലെ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ചൂഷണം ഇല്ലാന്ന് തോന്നുന്നു. അവര് മുകളിലല്ലേ മൊബൈൽ പഠിക്കണേ. താഴെ ആ മറ്റേ മൗണ്ടൈൻ ബൈക്ക് ഓടിക്കാനുള്ള ട്രാക്ക്. ഞാൻ ഇത് വന്നിട്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാവുമായിരുന്നു അല്ലേ? നീ കേറില്ല എന്നെല്ലാം പറഞ്ഞല്ലേ? അല്ല, ഞാൻ ഈ വണ്ടിയെല്ലാം കണ്ട് എനിക്കൊരു കയറാൻ തോന്നി. ദൂരെ നിന്ന് കാണുമ്പോൾ ഇത്ര പൊടിയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചെറുത്ത് ഈ റോട്ടിലൂട്ടിയാ നമ്മള് കേറി വന്നത്. ഇപ്പൊ അതിലൂട്ട് അങ്ങനെ കേറി വന്നു. കാട് ഉണ്ടാവാൻ നല്ല അടിപൊളി മരമാണ്. എന്താ ഭംഗിയാണ്. ഈ പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടൊരു 100 പോസെങ്കിലും ചെയ്യിച്ചിട്ടുണ്ടാവും. ഇപ്പം ഒരു ഫോട്ടോക്ക് 30 റുപ്യ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിന്. ഒരു 10-20 ഫോട്ടോ ഇപ്പം തന്നെ എടുത്തു. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു ഫോട്ടോ ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി അടക്കം 30 റുപ്യ എന്നുള്ളത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല ഇത്രയും. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഗുജറാത്തിനെ നല്ല ഇഷ്ടമായി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ഒരു ഫോട്ടോ വാങ്ങിയാൽ നമുക്ക് 30 റുപ്യ കൊടുക്കണ്ടു. അതെ, അതവരെ ബിസിനസ് സ്ട്രാറ്റജി. അത് നമ്മളപ്പോൾ ഇവിടെ കണ്ടൊരു മലയാളി ഫാമിലിയാണ്. അവർ ബറോഡയിൽ നിന്ന് വന്നതാണ്, തിരുവല്ലക്കാരാണ്. നമ്മളെ പാറു സൂപ്പർ പോസിലെല്ലാം നിന്നിട്ടുണ്ട് കണ്ടാ. ഗുജറാത്ത് സ്പോർട്സ് അസോസിയേഷൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ ഹോക്കി കളിക്കുന്നുണ്ട്. സിപ്പ് ലൈനിൽ കയറാൻ പോകുന്നുണ്ട്. നേരെ നോക്കിയാ മതി കേട്ടാ, എന്നാ പേടിയാവില്ല. നീ ഒന്നും ചെയ്യണ്ട, അതങ്ങ് പോയിക്കോളാം. अपने आप जाएगा ना? वो अपने आप जाएगा ग्रेविटी से। ചെരുപ്പ് വെച്ച് വെക്കുന്ന. चलो आगे आज छोड़ दो, कोई बात नहीं।
माय गॉड, मेरा हिम्मत नहीं है इसका। मैं बोल दिया तो वो नहीं, खुद नहीं जाती। और किसी को जाना है सर? नहीं। अभी रिटर्न का वीडियो निकालना है। चिल्लाया भी नहीं कुछ। हाँ। അച്ഛൻ തിരിച്ചു വരുന്നുണ്ട്. സമ്മതിക്കണേ ഇവളാ. എൻ്റെ അമ്മേ ധൈര്യം. എൻ്റെ അമ്മേ പഠിച്ചോനെ കാത്തോളി. ലച്ചു എടാ നീ ഷൗട്ട് ചെയ്തിട്ടും കൂടി ഇല്ല അല്ലേ? നീ ഷൗട്ട് ചെയ്തിട്ടും കൂടി ഇല്ല. അച്ഛനെ വരെ പേടിയാ. ഞാൻ പേടിയാന്ന് നിന്നോട് പറയാറ്റാണ്. താങ്ക് യു ദോസ്ത്. ഹൗ വാസ് ഇറ്റ്? പറഞ്ഞപ്പെട്ടില്ല ജി? നിങ്ങളിപ്പോ 500 റുപ്യ പോ. അതെ, എനിക്ക് വേറെ സ്ഥലത്ത് സെയിം വ്യൂ തന്നെ പിന്നെയും കണ്ടിട്ടെന്നാ വേണ്ടേ? അതിന്റെ എക്സ്പീരിയൻസ് പറയാറാ. നല്ല രസമുണ്ട്. 2 കൈ കൂടുമ്പോൾ ഞാൻ പറക്കുന്ന പോലെ തന്നെ. താങ്ക് യു ദോസ്. Sir, how much distance we have to climb up again? അവർക്കല്ല സുഖത്തിൽ എത്ര ഓട്ടം വേണമെങ്കിലും പോവാ അല്ലേ? നമുക്കാണ് പൈസ കൊടുത്തിട്ട് പോവണ്ടേ. It's a great achievement. ഇനി നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സിപ്പ് ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ കണ്ടിട്ടുണ്ടെങ്കിലോ കേട്ടിട്ടുണ്ടെങ്കിലോ ഞാൻ കേറും. ഞാനും കേറും. ഞാൻ ആദ്യം കേറുക, എന്നിട്ട് അമ്മ കേറി. നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നിട്ടാ ഉള്ളത്. ഈ തടാകത്തിൻ്റെ പേരെന്നാ? സാപ്പുത്തര ലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറയാം. ആ, അങ്ങനെയല്ല എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇത്രയാ പൈസ. 4 സീറ്റർ ബോട്ടിന് 300 റുപ്യ, അരമണിക്കൂർ. 6 സീറ്ററിന് 450 റുപ്യ. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോയിന്. ഡക്ക് ബോട്ടിൽ കയറണം പാറുന്നു. ബോട്ടിങ്ങിലാ ഉള്ളത്. ലച്ചോ അതാണേലും കുറേ ബോട്ടുണ്ട്. നമ്മൾ നേരത്തെ കയറിയ കേബിൾ കാർ അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ പോകുന്നു. 3 ലൈനായിട്ട് പോകുന്നുണ്ട്. പാറിന് ഡ്രൈവ് ചെയ്യാൻ പറ്റായിട്ട് പാറിന് ഭയങ്കര പുഷ്പായിട്ടാണ് ഉള്ളത്. ഇതിലൊരു സ്റ്റേഡിയം ഉണ്ട്, അതിൻ്റെ ബാക്ക് ഭാഗം ഇത്. വെച്ചു ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. കാറ് പ്രാക്ടീസ് ചെയ്യുന്നു. ലൈറ്റ് വളക്കണ? ഓ അങ്ങനാ. ഇല്ലണ്ടേ കപ്പിത്താൻ. എന്ത് കപ്പിത്താനായി? ഓളാ കപ്പിത്തെ. ഞാൻ വെറും മോട്ടർമാൻ.
ലച്ചു പറയുന്നതിനനുസരിച്ച് മുണ്ടെന്ന് ഞാൻ അതിന്റെ പറ്റി ശരിക്കും സംസാരിക്കലല്ലേ. പറയറാ. അതെ അങ്ങനെ നമ്മൾ ഗുജറാത്ത് സർക്കാർ തന്നെ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, തോരൻ റിസോർട്ട്. അവിടെ കയറി നല്ല ഗുജറാത്തി താലി വാങ്ങി. ഇതെന്ന സാധനം ഡോക്ല ഡോക്ല ആ നല്ല എരിവുണ്ട്. ഇതെന്നാ എന്തോ കീറ എന്ന് വെച്ചാൽ പായസം ആണെങ്കിൽ ആയിരിക്കും. ഈ കറിൻ്റെ അപ്പുറം കൂട്ടാൻ നല്ല രസം. പ്രോപ്പർ ഗുജറാത്തി ഫുഡ്. റൊട്ടീൻ്റെ അപ്പുറം എല്ലാം കറി സൂപ്പർ. ചോറ് ഇങ്ങനെ അവർ തന്നെ കോപ്പരെടുത്ത് വെച്ചിട്ട് എന്തോ നമ്മളുടെ ഢോക്കല പോലെ എന്തോ സാധനമാണ്, ശരിക്കും ഒന്നും അറിയില്ല. അടിപൊളി ഫുഡ്. 13 ഐറ്റംസ്. എന്നാലും നിന്നെ സമ്മതിച്ചിട്ടോ, നീ സിപ്പ് ലൈനിൽ കയറിയല്ല, എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഒന്നും പേടിക്കണ്ട. ഒരാള് പറഞ്ഞേ താഴെ തന്നെ നോക്കിട്ട് 2 കൈ വിട്ടിട്ട് പോയിക്കോ, നല്ല രസം കാണാൻ. അങ്ങനെ തന്നെ പോണം. ഇങ്ങനെ തോന്നുന്നു മറ്റേ എന്തോ ഒരു ക്യാമറ ഇല്ലേ, ഇങ്ങനെ നമ്മള് ആകാശത്തിൽ അതിനെ വിടുമ്പോൾ എന്തെല്ലോ കാണുന്ന മറ്റേ ക്യാമറ ഇല്ലേ, അതുപോലെ ഞാനിങ്ങനെ അത് ആ ക്യാമറയാണ് ഇങ്ങനെ താഴോട്ട് നോക്കുന്നത്. താഴെ നല്ല വ്യൂവും കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും ഫണ്ണെന്നാണ് ഫാസ്റ്റ് പോകുന്നത്. പിന്നെ അതങ്ങനെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കറങ്ങുമ്പോൾ നല്ല രസമാണ്. ഏറ്റവും ഫണ്ണെന്നാണ് 2 കൈ സുഖത്ത് വിട്ട് ഒന്നും പഠിക്കണ്ട. നീ പക്ഷി പറക്കുന്ന പോലെ പറക്കുമല്ലേ. നല്ല രസമാണ്. നീക്കിങ്ങനെ ധൈര്യം കിട്ടിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഊട്ടിയിലായിരുന്നുണ്ടായിട്ടില്ലേ ഒരു സിപ്പ് ലൈൻ ടീ ഫാക്ടറിൻ്റെ അടുക്ക പോയാലോ. ആടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കയറാൻ ഒരു പേടിയും ഉണ്ടാവില്ല. ഊട്ടിയിലെ കുറച്ച് ചെറുതാണല്ലേ സിപ്പ് ലൈൻ. ചെറുതായിരുന്നു. അതെ, ഇതാണ് ശരിക്കും ഡേഞ്ചർ അല്ല. രണ്ട് മലകൾ തമ്മിലല്ലേ അങ്ങനെ അല്ലേ. അപ്പൊ വിജയ്ക്ക് നമ്മൾ റിയൽ ലൈഫിൽ കാട്ടിൽ പെട്ടുന്ന്. ഇനി നമുക്ക് മറ്റേ കുന്നിൽ പോകണം, പക്ഷെ താഴെ ലാവയോ വെള്ളോ അവിടെ ഷാർക്കെല്ലാം ഉള്ള അങ്ങനെ ക്രോസ് ചെയ്യുന്നത്. എന്നാ പിന്നെ അങ്ങനത്തെ അല്ല പറയുന്ന പോലെ ആ വയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച് ചെയ്യാല്ലേ, അതാണ് ഇന്ന് ഡിഫിക്കൽട്ടി. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടൽ. ഗുജറാത്ത് ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോട്ടലാണ്. നല്ല ഭക്ഷണമാണ്. പാർക്കിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട്. പാർക്കിംഗ് എല്ലാം ഉണ്ട്. സാപ്പുത്തര ടൗണിലെ ഒരു മെയിൻ സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ നിന്ന് ഒരു നടക്കേണ്ട ദൂരമുള്ള ഒരു 100 മീറ്ററേ ഉള്ളൂ. ഇത് അച്ഛനാ, നമ്മളെല്ലാരും ഉണ്ടല്ലേ. ഓഹോ, കാർ കൊടുത്തു. നമുക്ക് പുറപ്പെടാം. തിരിച്ച് വീട്ടിലേക്ക് പോക്കല്ലേ. തിരിച്ച് വീട്ടിൽ പോകേണ്ട റോഡാണ് നമുക്ക് കാണാൻ. വീട്ടിലെത്തിയാലും അപ്പോൾ നമ്മളൊരു ഗുജറാത്തി നല്ല ഭക്ഷണമെല്ലാം കഴിച്ചാൽ നമ്മളിനി ഗുജറാത്തി താലി. അപ്പോൾ സാപ്പുത്താരിയോട് നമ്മൾ വിട പറയുകയായി. ഇന്ന് കന്യാപൂജ ഉണ്ടാവുക. ഇതാണ് ഇവിടുത്തെ മെയിൻ സർക്കിൾ. ഇവിടെ വാട്ടർ ഫൗണ്ടൈൻ എല്ലാം ഉണ്ട്. പിന്നെ സാപ്പുത്തരയോട് വിട പറയുമ്പോൾ തന്നെ നമ്മൾ ഗുജറാത്തിനോടും വിട പറയും. ഇത് ബോർഡറാണ്.
സോറി എക്സ്ക്യൂസ് മീ. എന്നാലും സാപ്പുതര വിട്ടുപോകാൻ ഫീൽ സോ ബാഡ്. പക്ഷെ നല്ല സ്ഥലമല്ലേനാ സാപ്പുതര. ആക്ടിവിറ്റീസ് എന്നേനും രസം. നിങ്ങൾ ഒറ്റയ്ക്ക് സാപ്പുതരയിൽ വരണം. അതിൻ്റെ എന്ന് വെച്ചാൽ അത് എക്സ്പ്ലോർ ചെയ്യണം, അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യണം. എസ്പെഷ്യലി സിപ്പ് ലൈൻ 2 കൈ വിട്ടിട്ട് സുഖത്ത് പോവാം. പക്ഷിനെ പോലെ പറക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ട് ഉറപ്പായിട്ടും പോവുക സാപ്പുതര. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നതാണ് കാണിക്കുക. ലെറ്റ്സ് സീ അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.